അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, സൂഫി പ്രബോധനങ്ങളുടെ ഫലം, വ്യാപ്തി, രീതിശാസ്ത്രം എന്ന വിഷയത്തെ അധികരിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് ഷൗക്കത്ത് ബുഹാരി നഈമി അവർകൾ നമ്മളോട് സംവദിക്കുകയാണ്. SSF ഇന്ത്യയുടെ മുൻ പ്രസിഡൻറ്റും ദഅവത്തിൻ്റെ അനന്തമായ സാധ്യതകൾ തേടി സ്ഥാപിക്കപ്പെട്ട ഫൗണ്ടേഷൻ്റെ സ്ഥാപകനും ഡയറക്ടറും നാഷണൽ എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനുമൊക്കെയാണ് ഉസ്താദ്. അങ്ങനെ പ്രബോധകനായും പ്രവർത്തകനായും ഇന്ത്യയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദുമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് വലിയ മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അൽ യഖീൻ കോൺഫറൻസ് നമുക്കറിയാം, ദീനീപരമായും വിശ്വാസപരമായും ധാരാളം സംശയങ്ങളുണ്ടാക്കുന്ന രീതിയിൽ വ്യത്യസ്തമായ സംഘടനകളും പ്രസ്ഥാനങ്ങളുമെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ച് യഖീൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അൽ യഖീൻ കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് യഖീൻ ഉണ്ടാക്കുന്നതിൽ, ഇസ്ലാമിൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച ആളുകളാണ് സൂഫി പ്രബോധകന്മാർ. ഇന്ത്യയിലാകമാനമായി പറയുമ്പോൾ മഹാനായ അജ്മീറിലെ ചിസ്തി തങ്ങളെപ്പോലെ, ഏർവാടിയിലെ ബാദുഷാ തങ്ങളെപ്പോലെ, അങ്ങനെ ധാരാളം മഹാന്മാർ, ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ മമ്പറം തങ്ങളെപ്പോലെയുള്ള ധാരാളം ആളുകൾ, ഇവരുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അടിത്തട്ടിൽ ഇസ്ലാം വ്യാപകമായിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നു അവരുടെ പ്രബോധന പ്രവർത്തന ശൈലി, എപ്രകാരമായിരുന്നു എന്നത് നമുക്ക് സ്ഥലത്ത് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ സെഷൻ തുടങ്ങാൻ പറഞ്ഞിരുന്നതിനേക്കാളും വൈകിയാണ് തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം അവസാനിക്കേണ്ട സമയമായി വരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ തുടങ്ങാൻ വൈകി എന്ന ഒരു കുറവ്, നിർത്താനും വൈകി എന്ന് ആവർത്തിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് നിർത്തണം. ഇൻഷാ അല്ലാഹ് ഒരു വിശാലമായ വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കേണ്ടത് എന്ന് അറിയാം. അത്ര വിശാലമായതുകൊണ്ട് തന്നെ എങ്ങനെ തുടങ്ങണം, ഏത് രൂപത്തിൽ എവിടെ എത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ളൊരു കൺഫ്യൂഷൻ ഇല്ലാതില്ല. എങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അത് സംബന്ധമായി പറയാം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇസ്ലാമിക ദഅവത്തിൻ്റെ രീതിശാസ്ത്രം യഥാർത്ഥത്തിൽ സൂഫിസത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയെങ്കിലേ അത് വിജയകരം ആവുകയുള്ളൂ. സൂഫിസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെക്കുറിച്ച് കുറേയേറെ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളുമൊക്കെ ഉണ്ടായേക്കാം. ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു സൂഫിസം തന്നെ വേറെയുണ്ട്. നമ്മൾ പറയുന്നത് ഇസ്ലാമിൻ്റെ ആത്മീയമായ വശങ്ങളെ കൂടുതൽ സ്വായത്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത ശൈലിയെക്കുറിച്ചാണ് കാലങ്ങളായി നാം സൂഫിസം എന്ന് പ്രയോഗിച്ച് വരാറുള്ളത്. ചിലരെയൊക്കെ നമ്മൾ വലിയ സൂഫിയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം വെക്കുന്നത് ദുനിയവിയായ വലിയ ചിന്തകളോ മോഹങ്ങളോ ഒന്നുമില്ലാതെ ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായി അങ്ങനെ ജീവിക്കുന്ന ആൾ എന്ന് സാധാരണഗതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. മര്യാദയ്ക്ക്
അലക്കാതെ ഇസ്തിരി ഇടാതെയും ജീവിക്കുന്ന മടിയരായിട്ടുള്ള ആളുകൾ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ചിലപ്പോൾ സൂഫിസത്തെ കയറി പിടിക്കാറുമുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പറയാറും ആൾ ഭയങ്കര സൂഫിയാണ് എന്നൊക്കെയാണ്. സൂഫിസം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളൊക്കെ മൊത്തത്തിൽ മനസ്സിലാക്കുന്നത് ദുനിയവിയായ മോഹങ്ങളോ ആഗ്രഹങ്ങളോ ചിന്തകളോ ഒന്നും കാര്യമായില്ലാതെ ഉഖ്റവിയായ ചിന്തകളിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിലാണ്. നമുക്ക് ആ നിലയിൽ തന്നെ മനസ്സിലാക്കി സംസാരിക്കാം. ഭൗതികമായ മോഹങ്ങളില്ലാതിരിക്കുക എന്നത് ദീനീ ദഅവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഗുണമാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ഗുണം ഭൗതികമായ ഒരു മോഹവും നമ്മുടെ ജീവിതത്തിൽ നമുക്കില്ലാതിരിക്കുക എന്നത് തന്നെയാണ്. ദുനിയാവ് നമുക്ക് വേണ്ടേ? വേണം. ഭൗതികമായ സൗകര്യങ്ങൾ നമുക്ക് വേണ്ടേ? വേണം. സാഹചര്യങ്ങൾ വേണം. ഒക്കെ ആവശ്യമാണ്, തീർച്ചയായിട്ടും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഒരു ദഅവത്തിൻ്റെ മേഖലയിൽ ദീനിൻ്റെ ഒരു ആലിമായി ദാഇയായി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മഖ്സദ്, അയാളുടെ പ്രൈമറി ലക്ഷ്യം ദുനിയവിയായ ഒന്നും ആകാൻ പാടില്ല എന്ന് മാത്രമല്ല, ദുനിയവിയായ അവൻ്റെ ആവശ്യങ്ങൾ അവനെ അലട്ടാനും പാടില്ല. അവൻ സൂഫിയാണ്. അവൻ സഞ്ചരിക്കുന്നത് ഒരു പക്ഷേ വലിയ കൂടിയ വാഹനത്തിലായിരിക്കും. നല്ല മാന്യമായ മുന്തിയ ഡ്രസ്സ് അവൻ അണിയുന്നുണ്ടാകും. നല്ല രൂപത്തിലുള്ള പ്രൗഢിയോടുകൂടി അവൻ സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങുന്നുണ്ടാകും. പ്രത്യക്ഷത്തിലുള്ള അവൻ്റെ ആ ചെയ്തികളൊന്നുമല്ല അവനെക്കുറിച്ച് മനസ്സിലാക്കുന്ന, അവൻ സൂഫിയാണോ അല്ലേ എന്ന് വിലയിരുത്തുന്നത് അതിലല്ല. അവൻ അങ്ങനെ ചെയ്യുന്നത്, ആ ആൾ അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രബോധിതരെ സമീപിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന ദഅവത്തിന് അസറുണ്ടാകണമെങ്കിൽ ഇതുണ്ടാവണം, ഇങ്ങനെയാവണം എന്ന നിയ്യത്തോടു കൂടിയാണെങ്കിൽ അത് തന്നെയാണ് സൂഫിസം. അയാൾ ഒരിക്കലും ജനങ്ങളുടെ മുന്നിൽ ദുനിയവിയായ ഒരു പ്രൗഢിയിൽ അയാൾ ബഹുമാനിക്കപ്പെടുക എന്ന നിയ്യത്തോടു കൂടിയല്ല അത് ഇടുന്നതെങ്കിൽ, അത് ഉപയോഗിക്കുന്നതെങ്കിൽ, ആ ആഡംബരങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അയാൾ ഒരിക്കലും തസവൂഫിൽ നിന്ന് മാറിപ്പോകുന്നില്ല. മറിച്ച് തൻ്റെ ദഅവത്ത്, തൻ്റെ അനുവാചകർ, അവർക്കിടയിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ട് തൻ്റെ ഉള്ളിലുള്ള ദഅവത്തിൻ്റെ ആ ഒരു മേഖല അവരിൽ പ്രാവർത്തികമായി തുറന്നു കിട്ടാൻ ഇത് ആവശ്യമാണ് എന്ന ലക്ഷ്യത്തിലാണ് ഇടുന്നതെങ്കിൽ അത് സൂഫിസം തന്നെയാണ്. അയാളുടെ കൽബ് ഇതിനോടൊന്നും ബന്ധിച്ചിട്ടില്ല. അയാളുടെ നിയ്യത്ത് എന്താണോ അതാണ് അവിടെ ഫലിക്കുന്നത്. ചില ആളുകൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉയർന്ന രൂപത്തിൽ ഒക്കെ ഇങ്ങനെ നടക്കും. ഒന്നുകിൽ അയാൾക്കത് ഇല്ലാത്തത് കൊണ്ടാണ്. അയാളുടെ കൽബിൻ്റെ ഉള്ളിൽ അയാൾക്ക് ആഗ്രഹം ഉണ്ടാവും, നല്ല രൂപത്തിൽ നടന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ ബഹുമാനം കിട്ടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ സാധിക്കുന്ന മാർഗങ്ങൾ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഉയർന്ന് നടക്കുന്നുണ്ടാവും. പക്ഷേ അയാളുടെ ഉള്ളിൽ ആഗ്രഹം എന്താ? നല്ലതിട്ടിട്ട് ജനങ്ങളുടെ ബഹുമാനം കിട്ടണമെന്നാണെന്നുണ്ടെങ്കിൽ അയാളെ സൂഫി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അയാളുടെ ഉള്ളിൽ എന്തുണ്ട്? ദുനിയവിയായ മോഹമുണ്ട്. പ്രത്യക്ഷത്തിൽ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇയാളുടെ ആദ്യം പറഞ്ഞ ആളിൻ്റെ ഉള്ളിൽ ദുനിയവിയായ ഒരു മോഹമില്ല. അയാൾ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അയാളുടെ ദഅവത്തിൻ്റെ അസറുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ദഅവത്തിന് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ആളിൻ്റെ കൽബിൽ ദുനിയവിയായ മോഹം, ദുനിയാവും ആഖിറവും രണ്ടും രണ്ട് സാധനങ്ങളാണല്ലോ. ദുനിയാവ് മോഹിക്കുക എന്നത് ഒരു പണ്ഡിതൻ്റെ കൽബിൽ വന്നു പോയി കഴിഞ്ഞാൽ അവന് ദഅവത്ത് പ്രാവർത്തികമാകില്ല. ദുനിയാവ് അവൻ്റെ പിന്നാലെ വന്നോളും എന്ന് ഉറച്ചു വിശ്വസിക്കുക. അവൻ്റെ ലക്ഷ്യം മുഴുവനും ആഖിറം മാത്രമാവുക. എന്നിട്ട് അവൻ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിച്ച് കഴിയുമ്പോൾ അവനിലേക്ക് ആളുകൾ ഇങ്ങനെ അടുക്കും. അത് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു അട്രാക്ഷനാണ്. നല്ല സഫാഉൽ കൽബ്, നല്ല ശുദ്ധമായ ഹൃദയവും നല്ല നീയത്തും ഇഖ്ലാസുമുള്ള ഒരു വ്യക്തി സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുക എന്നത് മാത്രമാണ് ദഅവത്ത്, വേറൊന്നുമല്ല. നല്ല നീയത്ത്, നല്ല
ഹൃദയശുദ്ധി, ദുനിയാവിനോടുള്ള മോഹം തീരെ ഇല്ലാതിരിക്കുക, കൽബിൽ ഞാനുമായി ബന്ധപ്പെടുന്ന മറ്റുള്ള ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന ഒരു ചിന്ത കൽബിലുണ്ടാവുക. അത് സമ്പന്നരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും, ഞാനൊരാളുമായി ബന്ധപ്പെടുമ്പോൾ അയാളുടെ അടുത്തുള്ള ദുനിയാവ് എനിക്ക് കിട്ടുക എന്നതാവാനേ പാടില്ല ചിന്ത. എന്നിലൂടെ അയാളിൽ ആഖിറത്തിൻ്റെ ചിന്ത വർദ്ധിക്കുക എന്ന ചിന്തയേ ഉണ്ടാകാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിൽ ജീവിച്ചാൽ അവിടെ മാറ്റങ്ങളുണ്ടാവും. നേരത്തെ ഇവിടെ പേര് പ്രതിപാദിക്കപ്പെട്ട ഖ്വാജ അജ്മീരി തങ്ങളടക്കമുള്ള മുഴുവൻ മഹാരഥന്മാരും ചെയ്തത് അതാണ്. അവർ ഭൗതികമായ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, അവർ നല്ല സമ്പത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ വിഷയങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സംഗതികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയവിയായ മോഹങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല, ആഖിറം മാത്രമായിരുന്നു അവരുടെ ചിന്ത. അപ്പോൾ അത്തരക്കാരിലേക്ക് ജനങ്ങളിൽ കൽബിൽ അള്ളാഹു ഒരു അട്രാക്ഷൻ ഇട്ട് കൊടുക്കും. ആ ആളുകളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരൊക്കെ ആത്മീയമായി വളരും. അത് ഇന്ന് കാലത്ത് നമ്മൾ കാണുന്ന പോലെയുള്ള ഏതെങ്കിലും ദഅവത്ത് നടത്തിയിട്ടൊന്നുമല്ല, ഒരു വാദപ്രതിവാദം നടത്തിയിട്ടല്ല. ഞാൻ വിചാരിക്കുന്നത്, ഞാനൊരു ആമുഖം പറഞ്ഞതാണ്. ഇനി ഹസനി ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം ഇതിൻ്റെ അനുബന്ധമായിട്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിയായി പറയാനുള്ളത് എൻ്റെ മനസ്സിൽ പലതും വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ ആ ചോദ്യത്തിന് ശേഷം പറയാം. ഫസ്റ്റ് പറഞ്ഞത് ആ വിഷയം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇദ്ദേഹം ഇനി കൂടുതൽ മനസ്സിലാക്കി തരും. ഇൻഷാ അല്ലാഹ് സൂഫി ആരാണെന്ന് പ്രസ്താവന നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ പാരമ്പര്യമായ ഇസ്ലാമിൻ്റെ വ്യാപകമായി നമ്മളെ പേര് പരാമർശിപ്പിക്കപ്പെട്ട മഹാന്മാരുടെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രധാനമായ രണ്ട് സംഗതികളാണ്. ഒന്ന്, അമാനുഷികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. നമ്മൾ അമ്പിയാക്കളുടെ മോജിസത്ത് എന്ന് പറയുന്നത് പോലെ ഔലിയാക്കളുടെ കറാമത്ത്, അമാനുഷികമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം എന്താണ്? അതോടൊപ്പം തന്നെ വേറൊരു സംഗതിയാണ്, അമാനുഷികമായിട്ടുള്ളതിനപ്പുറം മാനുഷികമായിട്ടുള്ള സജീവമായ സ്വാന്തന പ്രവർത്തനങ്ങളിലെല്ലാം അവർ കൃത്യമായിട്ട് ഇടപെട്ടിരുന്നു. ഷെയ്ഖ് റിഫായി തങ്ങളുടെ ചരിത്രമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ അമാനുഷികമായിട്ടുള്ള സൂഫി പ്രബോധകരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനം എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ പ്രബോധന രംഗത്ത് മാനുഷികമായ സ്വാന്തന മറ്റു കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ടതിൻ്റെ പ്രാധാന്യം അതും എപ്രകാരമായിരിക്കും എന്ന് നമുക്ക് ഉസ്താദ് കേൾക്കാം. മുഅ്ജിസത്തും കറാമത്തുമൊക്കെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് അവരുടെ ദഅവത്തിൻ്റെ വിജയത്തിന് ഒരു സബബായിട്ട് കൂടിയാണ്. അതുണ്ടായിട്ടുമുണ്ട്. മഹാന്മാരായ അമ്പിയാക്കളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മുഅ്ജിസത്തുകളും പിൽക്കാലത്ത് ഔലിയാക്കളുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കറാമത്തുകളുമൊക്കെ അതാത് കാലത്ത് അവർ നടത്തിയിട്ടുള്ള ദഅവത്തിന് ഉപകാരപ്രദമായിട്ടുണ്ട്. കറാമത്ത് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലും ഉണ്ടാകുന്നുണ്ട്, അല്ലേ? കറാമത്ത് എല്ലാവരിലും ഉണ്ടാവും. ഈ കറാമത്ത് മുഅ്ജിസത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കരുതി പോകണ്ട ആകാശത്തുകൂടി ഇങ്ങനെ പറക്കലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മേലെ കൂടി ഇങ്ങനെ നടക്കലോ അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്ന അത്രയും വലിയ അത്ഭുതകരമായ സംഗതികൾ മാത്രമാണ് കറാമത്ത് എന്നൊന്നും ആരും വിചാരിച്ചു കൊണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ നല്ല കൽബിയായ ഇഖ്ലാസോടെ സ്വഫാഓടെ ജനങ്ങളിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പള്ളിയിലെ ഇമാമായി, നമ്മൾ വലിയെന്നൊന്നും പട്ടമൊന്നും ചാർത്തിയിട്ടില്ലാത്ത സാധാരണക്കാർക്ക് പോലും അള്ളാഹു പ്രത്യേകമായ കറാമത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ബഹുമാനം അള്ളാഹു നൽകും. ആ ബഹുമാനം അത് അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളുടെ കൽബിലേക്ക് ആ ബഹുമാനം ഇട്ടുകൊടുക്കാൻ പറ്റുന്ന എന്ത് സംഭവിച്ചാലും അതൊക്കെ കറാമത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മളങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നല്ല ഇഖ്ലാസുള്ള, നല്ല വറയുള്ള, ദുന്യവിയായ മോഹങ്ങളൊന്നുമില്ലാത്ത ഒരു ഖത്തീബ്
ഒരു മഹല്ലിലെ ഇമാമ് ആ പള്ളിയിൽ ജീവിക്കുകയാണ്. ഈ രീതിയിലുള്ള ആളാണ് എന്നിരിക്കട്ടെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ മഹല്ലിലെ ജനങ്ങളെ ആത്മീയമായി കഴിപിടിച്ചുയർത്തേണ്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ദായിറ അത്രയാണ്. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ. ഒരു നല്ല സൂഫിയായ മുത്തവരി ആയ ഒരു ഇമാം ഒരു മഹല്ലിലുണ്ടായാൽ അദ്ദേഹം ആ മഹല്ലിലെ മുഅ്മിനീങ്ങളെ ആത്മീയമായി ചൈതന്യപ്പെടുത്താൻ വേണ്ട ഒരു പിടുത്തം അയാളുടേതുണ്ടായാൽ മതി. അയാളാണ് അവിടുത്തെ ഏറ്റവും വലിയ ആൾ. അയാൾക്കിപ്പോൾ ഇനി ആ മഹല്ലിലെ ആളുകളുടെ ഈമാൻ പിടിച്ചു നിർത്താനും അവരെ ഖൽബിയായി ദീനിയായ മാർഗത്തിലൂടെ ചരിപ്പിക്കാനും വലിയ കറാമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അയാൾ നല്ല മുഖ്ലിസായ ഒരു ഇമാമാണ്. അയാൾ പള്ളിയിൽ ഇങ്ങനെ ജീവിക്കുന്നു. തൊട്ടടുത്ത വീട്ടിലെ ഒരു കുഞ്ഞിന് രാത്രിയിൽ ഭയങ്കര പള്ളവേദന, കരയുന്നു, ഇടങ്ങേറാവുന്നു. ആ കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തൊക്കെ പോയി, രക്ഷയൊന്നുമില്ല. പിറ്റേന്ന് വീണ്ടും കരച്ചിൽ. പിറ്റേന്ന് പെട്ടെന്ന് എടുത്തിട്ട് ഉസ്താദിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഉസ്താദ് ആ കുഞ്ഞിന് ഒന്ന് മന്ത്രിച്ച് കൊടുത്തു. ആ മന്ത്രിച്ച് കിട്ടിയതോടുകൂടി ആ കുഞ്ഞിൻ്റെ പ്രയാസം മാറി. അതാണ് കറാമത്ത്. അവിടെ അത്രയും കറാമത്ത് ആവശ്യമുള്ളൂ. ആ കുടുംബത്തിലെ ആ സ്ത്രീ ആണെങ്കിലും ആ എടുത്തുപോയ കൂട്ടുകാരാണെങ്കിലും അവർക്ക് പിറ്റേന്ന് മുതൽ ഉസ്താദ് ഒരു ബഹുമാന്യനാണ്. ഉസ്താദ് പറയുന്ന ആത്മീയമായ വാക്കുകൾക്ക്, ഉപദേശങ്ങൾക്ക് അവരുടെ കൽബിലൊരു സ്വാധീനമുണ്ട്. അതിനിപ്പോൾ എന്ത് കറാമത്തപ്പോൾ അവർ കാണിച്ച മൂപ്പരൊന്ന് മന്ത്രിച്ചു കൊടുത്തു, അതുകൊണ്ട് അത് മാറി. അവർ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് വേവലാതിപ്പെട്ടിരുന്ന സംഗതികൾ അത് പരിഹരിച്ചു. അങ്ങനെയുള്ള ഇമാമുമാർ ഇന്ന് സമൂഹത്തിലില്ലേ? ഇല്ലേ? എത്രയോ ഉസ്താദുമാരുണ്ട്. അല്ലാ, അതാണ് അവരുടെ കറാമത്ത്. ആ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ പാതിരാത്രിയിൽ ആ വീട്ടിലെ അംഗങ്ങളെ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ട് ആകെ ബേജാറായി വിഷമിച്ചു. നെട്ടോട്ടം ഓടുന്നതിൻ്റെ ഇടയിൽ ഉസ്താദ് ചെയ്തു കൊടുത്ത ആ ഒരു ചെറിയ സംഗതിക്ക് അള്ളാഹു ഇട്ട് കൊടുത്ത ഒരു അസർ, ആ അസറാണ് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത കറാമത്ത്. അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത ബഹുമതി അതാണ്. എന്തുകൊണ്ട് കൊടുത്തു? അദ്ദേഹത്തിൻ്റെ നിയ്യത്ത് സ്വാഫാണ്, അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസ് ഭയങ്കരമാണ്, അദ്ദേഹം നല്ല മുത്തഖിയായ മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു വീട്ടിൽ ഒരു മഹല്ലിലുണ്ടായാൽ അതാണ് യഥാർത്ഥ ദായി. അവിടെ ഒരു മുജാഹിദും വളരൂല, ഒരു ജമാഅത്തുകാരനും വളരൂല, ഒരു യുക്തിവാദിയും ആ മഹല്ലിൽ സ്വാധീനപ്പെടാൻ കഴിയില്ല. ഈ ഒരാളവിടെ ഉണ്ടായാൽ മതി. അതിന് അദ്ദേഹം ഇപ്പം എന്താ വലിയ കറാമത്ത് കാണിച്ചോ? ഒന്ന് മന്ത്രിച്ചു കൊടുത്തു, അസുഖം മാറി. ഞാൻ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്നറിയോ? ഇങ്ങനെയുള്ള മഹല്ലുകളെ കയ്യിലെടുത്ത് ജീവിക്കുന്ന എത്രയോ ഉസ്താദുമാർ നമ്മുടെ നാടുകളിലുണ്ട്. അവിടെയുള്ള ചെറുപ്പക്കാർ യുക്തിവാദത്തിലേക്ക് പോകാത്തത് യൂട്യൂബിൽ യുക്തിവാദിയുമായി ഏതെങ്കിലും പണ്ഡിതൻ നടത്തിയ സംഭാഷണത്തിൽ, തർക്കത്തിൽ, വിതർക്കത്തിൽ ഉസ്താദ് ജയിച്ചത് കണ്ടിട്ടല്ല അവൻ യുക്തിവാദിയാവാതെ ഇസ്ലാമിൽ നിൽക്കുന്നത്. അയാളെ മുസ്ലാമിൽ പിടിച്ചു നിർത്തുന്ന വേറൊരു ഘടകവും ഇല്ല. അയാളുടെ നാട്ടിലെ ആ ഉസ്താദ് മാത്രമാണ്. ആ ഉസ്താദിൽ നിന്നുണ്ടായിട്ടുള്ള ചെറിയ ചില ഇങ്ങനത്തെ അനുഭവങ്ങൾ, ചിലപ്പോൾ ഉസ്താദ് ചിലരുടെ കൽബിൽ അതൊരു മാസ്മരികത എന്നൊക്കെ പറയും, അത് അള്ളാഹു ഇട്ട് കൊടുക്കുന്നതാണ് ആളുകളുടെ ഉസ്താദ്. അത് ചെറിയ മുഅല്ലിമീങ്ങൾക്കടക്കമുണ്ടത്. ആ ഒരു ബഹുമാനം അള്ളാഹു ജനങ്ങളുടെ കൽബിൽ ചിലരെക്കുറിച്ച് ബഹുമാനം ഇട്ട് കൊടുക്കും. അതാണ് കറാമത്ത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. ആ ബഹുമാനം അതൊരത്ഭുതമാണ്. ചില ആളുകളെക്കുറിച്ച് അത്ഭുതകരമായ സംഗതി എന്ന് പറഞ്ഞാൽ, ചില ആളുകളെക്കുറിച്ച് സാധാരണക്കാരും അവന് എത്രക്കായാലും ആ ഉസ്താദിൻ്റെ അടുത്ത് അവൻ്റെ ഒരു ഇതില്ല. അത് മീൻസ് അതാണ് അതിൻ്റെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ മഹല്ലിൽ അയാൾ ജീവിക്കുമ്പോൾ അയാളുടെ കൽബിലെ ലക്ഷ്യം ആ മഹല്ലുകാർ അയാളെ കൊണ്ട് നന്നാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മഹല്ലുകാരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുക എന്നത് അയാളുടെ ലക്ഷ്യമേ അല്ല. എൻ്റെ കാര്യം അള്ളാഹു നോക്കിക്കോളും. മഹാനരായ ഇമാമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, മിൻ അക്ബരിൽ കബായിരി, വലിയ പാപത്തിൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെടേണ്ട ഒരു സംഗതിയാണ് അൻ തൽതമിസ മിൻ അഹ്ലിൽ ദുനിയാവിൻ്റെ ഒരു ഞാനത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇന്ന് ഈ വിഷയം പറയേണ്ടി വന്നപ്പോൾ കറക്റ്റ് ഒറ്റ മിനിറ്റ്. ഇമാമുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെറിയ ഗ്രന്ഥമുണ്ട്, ഹിക്കം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു, അതിൽ പറഞ്ഞതാണ്
അൻ തൽത്തമിസ മിൻ അസ്ഹാബിക ദുനിയ, ദുനിയാവിൻ്റെ ആളുകളിൽ നിന്ന് നീ ആഗ്രഹിക്കൽ, ദുനിയാവ് ആഗ്രഹിക്കൽ. അൻ തൽത്തമിസ മിൻ അസ്ഹാബിക, നിൻ്റെ അസ്ഹാബിൽ നിന്ന് നീ ആഗ്രഹിക്കുക ദുനിയ, ദുനിയാവിനെ. വഹും, അവരാണെങ്കിലോ യൽത്തമിസൂന മിങ്കൽ ആഖിറ, നിന്നിൽ നിന്ന് അവർ ആഖിറം ആഗ്രഹിച്ചിട്ടാണ് നിന്നോട് എന്ത് ചെയ്യുന്നത്, സുഹബത്തുമായിട്ട് വരുന്നത്. നീ അവരിൽ നിന്ന് എന്ത് ചെയ്യാണ്, ചുളിവിൽ ഇവൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും എനിക്ക് അവനുമായിട്ട് നല്ല നിലയ്ക്ക് നിന്നാൽ നമുക്കൊരാവശ്യം വരുമ്പോൾ ഇവൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ള ചിന്തയോടുകൂടിയാണ് നീ ഇവനോട് ഇടപഴകുന്നത്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇന്ന് നമ്മുടെ മഹല്ലുകളിലൊക്കെ ഉള്ള ഉസ്താദുമാർക്ക് അല്ലെങ്കിൽ അധിക പേർക്കും പറ്റിപ്പോകുന്ന അബദ്ധം എന്താണ്, ആ നാട്ടിലുള്ള ആളുകളുമായി അവൻ ഇടപഴകുമ്പോൾ അവൻ്റെ കൽബിൽ എന്താ ചിന്ത, ഞാൻ ഇവിടെ തന്നെ എങ്ങനെയും പിടിച്ചു നിൽക്കുക, കുറേ മുതലാളിമാരൊക്കെ ഉള്ള മഹല്ലാണ്, എൻ്റെ വീടുമൊക്കെ പണി വരുമ്പോൾ ഇവരുടെ അടുത്തു നിന്നൊക്കെ സഹായം കിട്ടും, എൻ്റെ കുട്ടികളുടെ കല്യാണം വരുമ്പോൾ ഇവരുടെ അടുത്തു നിന്നൊക്കെ ഇങ്ങനെ കിട്ടും എന്ന ചിന്തയാണ് ഇവൻ്റെ കൽബിൽ. മനസ്സിലായില്ലേ? അവർ ഇവനെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, ഇവനോട് ബന്ധപ്പെട്ട് നിന്നാൽ ആഖിറം കിട്ടും, ആഖിറത്തിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉപദേശവും നിർദ്ദേശവും ജീവിതവും ഒക്കെ ഇവനെ കണ്ടിട്ട് നമുക്ക് കിട്ടും എന്ന ചിന്തയാണ് ഇവൻ്റെ കൽബിലുള്ളത്. പക്ഷേ ഉസ്താദിൻ്റെ കൽബിലുള്ളതോ ദുനിയാവാണ്. ഇങ്ങനെ ആകലാണ് ദഅവത്തിൻ്റെ മാർഗത്തിലെ ഏറ്റവും വലിയ പരാജയം. അതാണ് അവിടെ ഇവന് ദുനിയാവും കിട്ടൂല, മറ്റവർക്ക് ആഖിറവും കിട്ടൂല. അങ്ങനെയുള്ള ദുനിയാവിൻ്റെ ആളുകളോട് ഉസ്താദുമാരായിട്ടുള്ള ആളുകളൊക്കെ ഇടപഴകുമ്പോൾ നമ്മുടെ കൽബിൽ എന്തേ ഉണ്ടാകാൻ പാടുള്ളൂ, അവൻ്റെ ദുനിയാവ് നമ്മുടെ ലക്ഷ്യത്തിലേ വരാൻ പാടില്ല. അവൻ ഇത്രയും ദുനിയാവുള്ളവനാണ്, അവനിലേക്ക് എങ്ങനെ അള്ളാൻ്റെ ഹൗഫ് ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന ചിന്തയെ നമ്മുടെ കൽബിലുണ്ടാകാൻ പാടുള്ളൂ. അവനിൽ നിന്നൊരു രൂപ പോലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഇഖ്ലാസ് അവനിൽ എന്ത് ചെയ്യും, അസർ ചെയ്യുകയും അവനെ ഉഖ്റവിയായി അതിനെ ഉയർത്തുകയും ചെയ്യും. അങ്ങനെ അവൻ നമ്മൾ കാരണമായി ഉഖ്റവിയായിട്ട് ഉയരുമ്പോൾ നമ്മുടെ പ്രശ്നം വരുമ്പോൾ അവനിലൂടെ ആയിക്കൊള്ളണമെന്നില്ല, വേറെ ഏതെങ്കിലും വഴിക്കായിരിക്കും, അത് അള്ളാഹ് സാധിപ്പിച്ചു തരികയും ചെയ്യും. പക്ഷെ നമ്മുടെ ഈ നിയ്യത്താണ് പ്രധാനം. പക്ഷെ ഇന്ന് നമ്മുടെ മഹല്ലുകളിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവരിൽ നിന്നുള്ള പണം ദുനിയാവ് മോഹിച്ചുകൊണ്ട് നമ്മൾ ഇടപഴകുന്നു. അതോടുകൂടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബന്ധത്തിലൂടെ ഖൈറ് സംഭവിക്കാതെ പോകുന്നു. അപ്പോൾ കറാമത്ത് എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയൊന്നുമല്ല, ചെറിയ സംഗതികളെയും നമുക്ക് കറാമത്തായി കൂട്ടാം. പക്ഷെ അതിന് നല്ല ഇഖ്ലാസും തഖ്വയും ഉള്ളവരായി നമ്മൾ സമൂഹത്തിൽ ജീവിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഉസ്താദ് നമുക്ക് ഒരു സൂഫി എങ്ങനെയാണെന്നുള്ളൊരു വ്യക്തമായ ചിത്രം നൽകി. ഒരു പ്രബോധകൻ എങ്ങനെയായിരിക്കണം, സഫാവുൽ കൽബുമായിട്ടൊക്കെ പ്രവർത്തിക്കേണ്ടതിനെ പറ്റിയിട്ട്. അപ്പോൾ കൂട്ടത്തിൽ ഉസ്താദ് സൂചിപ്പിച്ചു, ഇന്ന് നമുക്ക് കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ നമുക്ക് പ്രബോധകർക്ക് വരുന്ന വീഴ്ചയാണ്. ഇപ്പോൾ അപകടകരമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവേണ്ട ആ മൂല്യങ്ങളില്ലാതാവുക, ഒരു മൂല്യച്യുതി ഉണ്ടാവുക എന്നുള്ളൊരു സംവിധാനം. ഇത് ഇങ്ങനെ വ്യാപകമായിട്ടുണ്ടാവുന്നുണ്ടോ? ഇതിന് നമുക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ അല്ലെങ്കിൽ സംഘടിതമായ രൂപത്തിൽ എന്തെങ്കിലും പരിഹാരങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുമോ ഈ വിഷയത്തിന് എന്നുള്ളത്? ഞാനീ പറഞ്ഞ പ്രശ്നത്തിനാണോ? ഇതൊക്കെ തന്നെയാണ് പരിഹാരം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് യഖീൻ ഉണ്ടാക്കാൻ വേണ്ടി കോൺഫറൻസ് നടത്തുക, നാളെയുടെ ആലിമീങ്ങളായി സമൂഹത്തിലെ ഇമാമുമാരായി ഖത്തീബുമാരായി സമൂഹത്തിൻ്റെ ഇടയിൽ തലയെക്കെട്ടും കെട്ടി ജനങ്ങൾ നമ്മെ ആഖിറം പ്രതീക്ഷിച്ച് നമ്മളോട് ബന്ധപ്പെടും. നമ്മളോടൊക്കെ ബന്ധപ്പെടുക, എന്നോട്, നിങ്ങളോട്, നമ്മളോടൊക്കെയാണ് ജനങ്ങൾ ബന്ധപ്പെടുക. ഈ ദുനിയാവിനൊരു പ്രത്യേകതയുണ്ട്. ദുനിയാവ് അതിനെ മോഹിച്ച് പോകുന്ന ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലർ പെട്ടെന്ന് ചില പോയിൻ്റുകളിൽ വെച്ചിട്ട് അവരുടെ കൽബിൽ ദുനിയാവിനോടുള്ള, അത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖാണ്. ചില ദുനിയാവിൻ്റെ ആളുകളായി ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ടാവും അവരുടെ ജീവിതത്തിൽ, എന്തെങ്കിലും കാരണമായിരിക്കും അതിന്. അപ്പോൾ അവർക്ക് ഒരു ബോധം വരും, ദുനിയാവ് വെറുതെയാണ്, ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ തൊട്ടടുത്ത് പെട്ടെന്ന് പരതും. ആരെ അള്ളാഹുവിനോട് എന്നെ അടുപ്പിക്കാൻ പറ്റുന്ന ആരെയാ പെട്ടെന്ന് കിട്ടുക എന്നങ്ങനെ പെട്ടെന്ന് പരതും. പെട്ടെന്ന് പരതുമ്പോൾ നമ്മുടെ മുന്നിലായിരിക്കും വന്ന് ചാടുന്നത്, നമ്മുടെ തലയെക്കെട്ടും നമ്മുടെ താടിയും ഒക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ കൽബിൽ ഇയാൾ ഭയങ്കര പൈസക്കാരനാണല്ലോ പടച്ചന, ഇയാളുടെ കൂടെ ഇയാളെ നല്ല നിലയ്ക്ക് പിടിക്കാം, നമ്മുടെ കുറച്ച് കാര്യങ്ങൾ എന്ന ചിന്ത നമ്മളെടുത്ത് വന്നിട്ടാണ് പിന്നെ നമ്മൾ ബന്ധപ്പെടുക. അപ്പോഴേക്കെന്തായി, അവൻ ആഖിറം മോഹിച്ചിട്ടാണ് വരുന്നത്. അത് അവനെയും നമ്മളെയും ചിലപ്പോൾ പരാജയത്തിലേക്ക് കൊണ്ടുപോകും.
അല്ലെങ്കിൽ നമ്മൾ കാരണം അവൻ കൂടുതൽ വഴികേടിലേക്കായി പോകാനൊക്കെ സാധ്യതയുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സമൂഹത്തിൽ ഉണ്ടാവുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ദഅവത്ത്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ പെട്ടെന്ന് മനസ്സിലൊരു ചിന്ത മാറിയിട്ട് ഒരു ദീനിയായ അടുപ്പം വേണമെന്ന ചിന്തയിൽ ആരെങ്കിലും സമീപിക്കാൻ ശ്രമിക്കുമ്പോൾ റൈറ്റ് പേഴ്സൺ ആയിട്ട് നമ്മളവിടെ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് നമ്മളവിടെ ഉണ്ടായാൽ മതി. അള്ളാഹു നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ കൽബിൽ അങ്ങനെ ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ അള്ളാഹു അത്തരക്കാരെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചു തരും. അവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ തീരെ ദുനിയവിയായ മോഹം കൽബിലില്ലാത്ത വിധം തന്നെ അവരോട് സംസാരിക്കാനും അവരോട് ഇടപഴകാനും ഒക്കെ നമ്മൾ തയ്യാറായാൽ നമ്മളെക്കുറിച്ച് അവരുടെ കൽബിൽ അള്ളാഹു വല്ലാത്ത ഒരു ബഹുമതി ഇട്ട് കൊടുക്കും. അത് അവരെയും നന്നാക്കും, സമൂഹത്തെയും നന്നാക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഞാൻ പറഞ്ഞത്, അതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്യാമ്പുകളും നമ്മളീ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പരിഹാരം. നമ്മളെ ബോധവൽക്കരിക്കാൻ വേണ്ടി മഹാന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കേൾക്കുന്നത് ആ ഒരു മൈൻഡോട് കൂടി കേൾക്കുക. ചില ആളുകളൊക്കെ പറയും ദുനിയാവ് ഉണ്ടെങ്കിലേ ദഅവത്തും നടക്കും. മഹാപോയത്തരാണ് പറയുന്നത്. ചില ആളുകളൊക്കെ പറയും ദുനിയാവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ, എന്നിട്ട് എന്താ അവർ ചെയ്യുക? എന്നിട്ട് അവരെന്താ ചെയ്യുക? ചിലരൊക്കെ പറയും ആദ്യം നമ്മൾ കുറച്ച് ദുനിയാവ് ഇങ്ങോട്ട് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദഅവത്തിന് അങ്ങോട്ട് ഇറങ്ങാം. അല്ലേ? വെറുതെയാണത്. ദുനിയാവ് എവിടെ ഉണ്ടാക്കി വെക്കാൻ? നമ്മളുണ്ടാക്കി വെക്കുക. എന്തിനാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്? ദുനിയാവ് അള്ളാഹു നമുക്ക് വെച്ചത് ഓൺ ദ സ്പോട്ടിൽ, നമ്മൾ അതിനെക്കുറിച്ച് ഒരു ഫിക്റും ഇല്ലാതെ, നമ്മൾ അതിനു വേണ്ടി ഒരു സമയവും ചിലവഴിക്കാതെ നമുക്ക് ആവശ്യമുള്ള ദുനിയാവ് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ അള്ളാഹു എത്തിച്ചു തരും. അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ആ ജീവിതം കൂടി സമയം വേസ്റ്റാക്കുകയാണ്. ചിലരങ്ങനെ പറയുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 5-8 കൊല്ലം ഗൾഫിൽ പോയിട്ട് അത്യാവശ്യം ഒരു ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് ദഅവത്ത് നടത്താമല്ലോ. അവൻ്റെ ജീവിതം ഒരിക്കലും ഫ്രീ ആവില്ല ദഅവത്ത് നടത്താൻ. അതായത് അയാളുടെ വിശ്വാസം എന്തിലായിപ്പോയി? ഈ സമ്പത്തിലായി. ഞാൻ ഉണ്ടാക്കി ഒരു കൂട്ടി വെക്കുന്ന ആ സമ്പത്താണ് പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് ദഅവത്ത് നടത്താൻ എന്നെ സഹായിക്കുക എന്നതായി. അവൻ്റെ എഴുത്തിമാത് എന്തായാലും ആയിപ്പോയി. ഇവൻ അധ്വാനിച്ചുണ്ടാക്കി വെക്കുന്ന സമ്പത്തിലായി എഴുത്തിമാത്. അല്ലേ? അതുകൊണ്ട് കാര്യമുണ്ടോ? എന്തിലായിരിക്കണം നമ്മുടെ പിടുത്തം? അള്ളാഹുവിലായിരിക്കണം. ഇന്ന് മുതൽ ഞാൻ ഫ്രീ ആയി ദഅവത്തിന് അങ്ങോട്ട് ഇറങ്ങിയാൽ, ഇന്ന് മുതൽ എൻ്റെ കാര്യം ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ എൻ്റെ റബ്ബുണ്ട് എന്ന് വിശ്വസിച്ച് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റണം. അപ്പോഴേ നമ്മൾ ഇടപെടുന്ന ആളുകൾക്കിടയിൽ നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടൂ. നമ്മുടെ കൽബിൽ നിന്ന് ദുനിയവിയായത് മൊത്തത്തിൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്കണം. ഒരു പൈസ നമുക്ക് അള്ളാഹു തരൂലേ? ഈസി ആയിട്ട് തരും. അതിൽ യാതൊരു സംശയമില്ല. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കൽബിൽ ഏറ്റെടുത്ത്, ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഇത്രയും ആളുകൾ നാളെ നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കൽബ് ഈ രൂപത്തിലായി അങ്ങോട്ട് ഇറങ്ങിയാൽ തന്നെ ഇതിന് പരിഹാരമായി. ഈ തെറ്റായ അത് തന്നെ മഹാനരായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിനോട് നമുക്ക് മോഹം തോന്നാനുള്ള 3 കാര്യങ്ങൾ എണ്ണിയിട്ട് അദ്ദേഹം മഹാനവറുകൾ പറഞ്ഞ ഒരു കാര്യം എന്താ അറിയോ? പറഞ്ഞത്, നിന്റെ തെറ്റായ ധാരണ എന്ത്? അല്ലാ ഖിവാമ ബിഹ അത്തവഹുമു, നിന്റെ തെറ്റിദ്ധാരണ എന്താണ് നീ തെറ്റിദ്ധരിക്കുന്നത്? അല്ലാ ഖിവാമ ബിഹ, ദുനിയാവില്ലാതെ നിലനിൽപ്പില്ല എന്ന നിന്റെ തെറ്റിദ്ധാരണയാണ് നിന്നെ ദുനിയാവിനെ മോഹിയാക്കി മാറ്റുന്ന ഒരു കാര്യം. അത് വെറുതെയാണ്. ചിലരങ്ങനെ പറയും. ആലിമീങ്ങൾ തന്നെ, ചിലപ്പോൾ ഉസ്താദുമാരായിട്ടുള്ള ആളുകൾ തന്നെ ചിലപ്പോൾ അങ്ങനെ ഉപദേശം തരും. നമുക്ക് ദുനിയവിയായി നമുക്കൊരു ഇതുണ്ടായാൽ പിന്നെ നമുക്ക് ഭയങ്കര ഉഷാറായി മറ്റുള്ളവരുടെ മുന്നിൽ പിന്നെ നമുക്ക് ദഅവത്ത് നടത്താം. അങ്ങനല്ല. അത് തെറ്റിദ്ധാരണയാണ്. ദുനിയാവ് കൊണ്ടല്ല നമ്മുടെ ഖിവാമ് ഈമാൻ കൊണ്ടാണ്, അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു പരന്ന വിഷയമായതുകൊണ്ട് എങ്ങനെയാ ഇത് പറയേണ്ടെന്ന് എവിടേക്കാ അത് മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെ ഞാൻ ധരിക്കുകയാണ്. ചോദിച്ചടുത്ത് ഉസ്താദ് പറഞ്ഞു നമ്മൾ ദാഇ എങ്ങനെയാവണം എന്നുള്ളത്. ദുനിയാവിൻ്റേതായ എല്ലാ ചിന്തകളും നമ്മൾ പാടെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ആഖിറത്തിനെ കരുതിയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ
മാനുഷികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദുനിയാവിൻ്റേതായ കാര്യങ്ങളിലും നിരന്തരം എൻഗേജ് ചെയ്യുന്നവരായിരുന്നു മുൻഗാമികളായിട്ടുള്ള മഹാന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏത് രീതിയിലാണ് വായിച്ചെടുക്കുക? ഞാൻ പറഞ്ഞ ദുന്യാവിയായ മോഹങ്ങൾ കൽബിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദുനിയാവ് ലക്ഷ്യമാവരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മഹാന്മാർ ചെയ്തിട്ടുള്ള ജനങ്ങളുടെ ദുന്യവിയായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവരിടപെടുന്ന കാര്യങ്ങൾ അത് ദഅവത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. മനസ്സിലായില്ലേ? ഹവാസിനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്, അഹസ്സായ ആളുകളെ കുറിച്ചാണ്. ഒരു ദുനിയവിയായ ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ അയാളുടെ സ്ഥാപനത്തിൽ നമ്മളെ ദുആ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് അതിൽ ബർക്കത്തുണ്ടാകാനും അയാൾക്ക് ദുനിയവിയായ വർധനവുണ്ടാകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യൽ തെറ്റാണോ? അയാളുടെ ദുനിയവിയായ വിഷയങ്ങളിൽ തന്നെയാണ് നമ്മൾ ഇടപെടുന്നത്. അതാണ് നമ്മുടെ ദഅവത്ത്. അങ്ങനെയുള്ള എത്രയോ ആളുകളില്ലേ, അവർ പറയുമ്പോൾ ആ പൈസക്കാർ പൈസ കൊടുക്കുകയാണ് ദീനിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ദുനിയവിയായ മോഹങ്ങൾ നമുക്കുണ്ടാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു ദുനിയാവിൻ്റെ ബിസിനസ്സുകാരനായ ഒരാളുമായി ഞാൻ ബന്ധപ്പെടുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ദുനിയവിയായ ഒരു താല്പര്യവും അതിലില്ലാതിരിക്കുക. എന്നാൽ അയാൾ നടത്തുന്ന ദുനിയവിയായ ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്ത് കൊടുക്കൽ അത് തെറ്റല്ല. മനസ്സിലായില്ലേ? എന്നല്ല, അതാണ് എൻ്റെ ദഅവത്ത്. അതാണ് എൻ്റെ ദഅവത്ത്. എന്നിട്ട് ഞാൻ എൻ്റെ കൽബിൽ ദുനിയവിയായ മോഹമില്ലാതിരിക്കെ അങ്ങനത്തെ ഒരാളാവുമ്പോൾ ഞാൻ ദുആയ്ക്ക് കബൂലിയത്തുള്ള ആളായി. എന്നിട്ട് ഞാൻ അവൻ്റെ സ്ഥാപനത്തിൽ പോയിട്ട് അവൻ്റെ സ്ഥാപനത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ അള്ളാഹു അവന് വലിയ സമ്പത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അള്ളാഹു അവന് സമ്പത്ത് കൊടുക്കുന്നത് ഈ ഉസ്താദിൻ്റെ ദുആ കൊണ്ടാണെന്നുള്ള ബോധം കൂടി അവൻ്റെ കൽബിൽ അള്ളാഹ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ ഈ ഉസ്താദിന് അതിൽ നിന്ന് വിഹിതം കൊടുക്കാൻ നോക്കുമ്പോൾ ഉസ്താദ് നോ എന്ന് പറയാണ്. അവൻ്റെ കൽബിൽ ഈ ഉസ്താദ് അങ്ങോട്ട് പിടിമുറുക്കുകയാണ്. എന്നിട്ട് ഈ ഉസ്താദ് നാളെ അവനെ വിളിച്ചിട്ട് ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിന് വേണ്ടി പൈസ വേണമെന്ന് പറയുമ്പോൾ അവന് മടിയൊന്നുമില്ലാതെ അവൻ വാരിക്കോരി കൊടുക്കുകയാണ്. അങ്ങനെയാണ് ദീന് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഉസ്താദിനെ കൊണ്ട് അയാളും നന്നായി, അയാളുടെ ബിസിനസ്സും നന്നായി. അയാളുടെ ബിസിനസ് നന്നായ കാരണമായി ഇവിടെ പള്ളിയും മദ്രസയും സ്ഥാപനവും നടന്നു. എന്തെല്ലാം കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ് അള്ളാഹു അവിടെ പോയിട്ട് ആ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ആ ബർക്കത്ത് കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ്? ഈ പോകുന്ന പോക്കിലോ ആ ബന്ധത്തിലോ ഇയാളുടെ കൽബിൽ ദുനിയാവേ ഇല്ല എന്നതുകൊണ്ടാണ് അള്ളാഹു അയാൾക്ക് കൊടുക്കുന്നത്. അയാൾക്ക് അങ്ങനെ കൊടുക്കുന്നതോടുകൂടി ഇയാളും ദുനിയവിയായി ഭയങ്കര സമ്പന്നനായി. ആര്? ഈ ഉസ്താദ്. ഈ ഉസ്താദും ദുനിയവിയായി ഭയങ്കര സമ്പന്നനായി. എങ്ങനെയെന്നറിയോ? എങ്ങനെ ഇയാൾ പോയി ദുആ ചെയ്തതോടുകൂടി അയാൾക്ക് ഭയങ്കര അഭിവൃദ്ധി, കോടികളുടെ സ്വത്ത്. ഈ ഉസ്താദിന് നാളെ ഒരു 10 ലക്ഷത്തിൻ്റെ ആവശ്യം വന്നാൽ ഒന്നും വേണ്ട, ഉസ്താദിനെ കണ്ടറിഞ്ഞ് അയാൾ കൊണ്ട് കൊടുക്കും. അല്ലേ? കൊടുക്കൂലേ? അതാണ് അങ്ങനെയുള്ള മുഖ്ലിസീങ്ങളായ ആളുകൾക്ക് ദുനിയാവ് എത്രയാ ഉള്ളത്? ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? ശരിക്കും മനസ്സിലാവുണ്ടോ? ഞാൻ സമ്പാദിച്ച എൻ്റെ അക്കൗണ്ടിൽ ഒരു 10 കോടി രൂപ വെച്ചിരിക്കുന്നു എന്ന് വെക്കുക. എന്താ 10 കോടി രൂപ കൊണ്ട് ഞാൻ എന്താ ചെയ്യല്? എന്നും എടുത്ത് ഇങ്ങനെ എണ്ണിയിട്ട് ആസ്വദിക്കേ? ഇല്ലല്ലോ. അത് അക്കൗണ്ടിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ അതിൽ നിന്ന് എടുക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ അതിൻ്റെ ഗുണം. ഞാൻ എൻ്റെ അക്കൗണ്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി ദുനിയാവ് മോഹിക്കാതെ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ദുആ ചെയ്ത കാരണമായി ഒരുപാട് പൈസക്കാർക്ക് കോടികൾ അള്ളാഹു കൊടുത്തിരിക്കുന്നു. അവരാഗ്രഹിക്കുന്നു അവർക്ക് ആ കിട്ടിയതിൽ നിന്ന് ഉസ്താദിന് കൊടുക്കണമെന്ന്. ഉസ്താദോ വാങ്ങുന്നില്ല. ഈ ഉസ്താദ് അവർക്ക് മൊത്തം കൊടുത്ത അള്ളാഹ് കൊടുത്ത കോടി മൊത്തം ഇയാൾക്ക് സ്വന്തം അക്കൗണ്ടിലുള്ള മാതിരിയാ അല്ലേ? ഇയാൾക്ക് നാളെ ഒരു ആവശ്യം വന്നാൽ അവർ നിരന്ന് നിൽക്കുകയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മറ്റോൻ സ്വന്തം ഉണ്ടാക്കി അക്കൗണ്ടിലിട്ടേക്കുന്നതും ഇയാൾ സ്വന്തം അക്കൗണ്ടിലിട്ടാക്കിയിട്ടില്ല, ഇയാൾ ദുആ കാരണമായി മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ കിടക്കുന്നതും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ കിട്ടും. ഞാനിത് വെറുതെ പറയുന്നതല്ല. അതുപോലത്തെ ഉസ്താദുമാർ ദുനിയാവിലില്ലേ? ഇന്നുമില്ലേ? അങ്ങനത്തെ ഉസ്താദാകാൻ പറ്റണം. എന്നാലോ അള്ളാഹ്ക്കും ഇഷ്ടപ്പെട്ടവനാവും, ദുനിയാവിലെ അടിമകൾക്കും ഇഷ്ടപ്പെട്ട ആളാകും. അവനെക്കൊണ്ട് ദീനും നിലനിൽക്കും, സ്ഥാപനങ്ങൾ നടക്കും, പള്ളികളുണ്ടാകും, പാവപ്പെട്ടവരുടെ സഹായം സംഭവിക്കും. ആ ആള് ആ ഒരു പണക്കാരനെ വിളിച്ചിട്ട് മോനെ നീ ഇന്ന ആളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉസ്താദെ അയാളെങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറയും. എത്ര പാവങ്ങൾ അയാൾ ത്രൂ ആയിട്ട് സഹായിക്കപ്പെടും. ഈ ഒരാളാകാൻ നമുക്ക് പറ്റുക എന്നുള്ളത് മാത്രമേ ദീനി ദായി ആകുക എന്നുള്ളതിൻ്റെ പ്രത്യേകതയുള്ളൂ.
ആ ഒരാളാകാൻ പറ്റണമെങ്കിൽ ദുനിയാവ് നമ്മുടെ കൽബിൽ ഒരു മേഖലയിലും നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ കൽബിൽ ദുനിയാവ് ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല. അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അനുഭവങ്ങളൊന്നും പറയില്ല ഇവിടെ. സ്വന്തം അനുഭവങ്ങളല്ലെങ്കിലും വലിയ വലിയ ഉസ്താദുമാരുടെ അനുഭവങ്ങൾ നമുക്ക് പറയാമല്ലോ അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് എ പി ഉസ്താദിൻ്റെ അടുത്തേക്കൊന്നും പോകണ്ട. നമ്മുടെ സാധാ ഉസ്താദുമാർ ആരെക്കൊണ്ടൊക്കെ ദീനിയായ ഹൈറാത്ത് സംഭവിക്കുന്നുണ്ടോ അങ്ങനത്തെ ഉസ്താദുമാരൊക്കെ അങ്ങനെയുള്ള ആളുകൾ തന്നെ ആയിരിക്കും അധികവും. അവരുടെ പ്രത്യേകത എന്താ? ഇന്നിപ്പോൾ എ പി ഉസ്താദ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ റഹ്മാനെ എത്ര ആളുകളാ, എൻ്റെ സമ്പത്ത് മുഴുവൻ വേണോ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന എത്ര മുതലാളിമാരാ ദുനിയാവിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന യൂസുഫ് അലിയേക്കാളും വലിയ സമ്പന്നൻ ഇന്ന് ഉസ്താദാണ്. ഉസ്താദ് പേഴ്സണലായിട്ട് എനിക്കൊരാവശ്യമുണ്ട്, ഇത്ര കോടി വേണമെന്ന് പറഞ്ഞാൽ ഇന്നല്ല നാളെ അത് പൂർത്തിയാവില്ലേ? ആരായി കൊടുക്കാൻ നിൽക്കുന്നത്? ആരാ? ഔദാര്യമായിട്ട് കൊടുക്കാനല്ല നിൽക്കുന്നത്. എനിക്ക് കണ്ട നിയമത്തൊക്കെ ഉണ്ടായത് ഉസ്താദ് എന്നെ കൈപിടിച്ചത് കൊണ്ടാണ്, ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്തത് കൊണ്ടാണ്, ഉസ്താദ് അന്ന് മന്ത്രിച്ച് തന്നതുകൊണ്ടാണ്, ഉസ്താദ് എൻ്റെ സ്ഥാപനത്തിൽ തുടക്കം കുറിച്ചത് കൊണ്ടാണ് എനിക്ക് കോടികളുടെ സ്വത്തുണ്ടായത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ, അതിൽ നിന്ന് എനിക്ക് ഉസ്താദിന് കൊടുത്ത് എൻ്റെ ബാധ്യത, എൻ്റെ ആ എനിക്കൊരു കടപ്പാടുണ്ട്, അത് വീട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ. എന്നാൽ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുവന്നാലോ ഉസ്താദ് സ്വന്തം വാങ്ങുന്നില്ല. മോനെ നീ തരാൻ വന്നതാ, എന്നാൽ എത്തിങ്കാനയ്ക്ക് കൊടുത്തോ, പള്ളിക്ക് കൊടുത്തോ, അതിന് കൊടുത്തോ, ഇതിന് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് അവരിൽ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നു. അവർക്ക് അത് കണ്ടിട്ട് വീണ്ടും അവർക്ക് ആഗ്രഹം, ഉസ്താദിന് വ്യക്തിപരമായിട്ടൊന്ന് കൊടുക്കാൻ ഉസ്താദ് വാങ്ങുന്നില്ല. വ്യക്തിപരമായിട്ട് 1 ലക്ഷം കൊണ്ടുവന്ന് കൊടുത്താൽ ഉസ്താദ് നേരെ അത് ഇപ്പുറത്തെ പള്ളിക്ക് കൊടുക്കുകയാണല്ലേ. അവനോട് തന്നെ പറയുകയാണ്, നീ അതിന് കൊടുത്തോ, ഇതിന് കൊടുത്തോ. എൻ്റെ മുന്നിൽ ആവശ്യമായിട്ടൊരു സാധു വന്നിരുന്നു, നീ അതിന് കൊടുത്തോ. ഇല്ലേ? ഇത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഉസ്താദ് കാരണം എത്ര പാവങ്ങളിലേക്കാണ് പണം ഒഴുകുന്നത്? പൈസക്കാരിൽ നിന്ന് പാവങ്ങളിലേക്ക്. ഉസ്താദ് കാരണം പൈസക്കാരെ അള്ളാഹു പൈസക്കാരാക്കുന്നു. എന്നിട്ട് അവരുടെ കൽബിൽ അള്ളാഹു ഇട്ട് കൊടുക്കുന്നു, ഇത് ഉസ്താദ് കാരണമാണ്. എന്നിട്ട് ഉസ്താദ് പറയുന്ന പോലെ ആ പൈസക്കാർ ചെലവഴിക്കാൻ തയ്യാറാവുന്നു. ഉസ്താദ് പറയുന്നതോ പള്ളിക്ക്, സ്ഥാപനത്തിന്, പാവങ്ങൾക്ക്. പൈസക്കാരിൽ നിന്ന് പാവങ്ങളിലേക്ക് ഇങ്ങനെ പണം ഒഴുകുന്നു. ഉസ്താദ് ഇങ്ങനെ അതിലൊന്നും ടച്ചില്ലാതെ റാഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഉസ്താദിനെ കൊണ്ട് അവരുടെയും ഈമാൻ ശക്തിപ്പെടുന്നു, ഇവരുടെയും ഈമാൻ ശക്തിപ്പെടുന്നു, പള്ളിയും നടക്കുന്നു, മദ്രസയും നടക്കുന്നു. ആ ഉസ്താദാണ് ദായി. അടിസ്ഥാനപരമായ ക്വാളിറ്റി എന്തായിരുന്നു? ഒരു പണക്കാരനോട്, ഒരു ദുനിയാവിൻ്റെ ആളോട്, ഒരു നാട്ടിലെ ആരോടെങ്കിലും ബന്ധപ്പെടുന്ന സമയത്ത് കൽബിൽ ദുന്യവിയായ ലക്ഷ്യങ്ങളില്ലാതിരുന്നു എന്നത് മാത്രമാണ് ക്വാളിറ്റി. ഇൻഷാ അല്ലാഹ് ഇതുവരെ സംസാരിച്ചതിന് തുടർച്ച അല്ലാത്ത ഒരു വിഷയം സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ സൂഫി പ്രബോധന രീതി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സഫാഉൽ കൽബോട് കൂടി മറ്റൊന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന മഹാന്മാർ, ഇന്നലകളിലൊക്കെ അവർ കാരണമാണ് ഇസ്ലാം ഇത്ര വ്യാപകമായതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചതാണ്, അതല്ലെങ്കിൽ ഒരു നിർബന്ധിതമായ ഒരു ശക്തിയുടെ പുറത്താണ് ഇസ്ലാം വ്യാപകമായിട്ടുള്ളതെന്നുള്ള വ്യാപകമായിട്ടുള്ള നറേറ്റീവുകൾ വ്യാപകമായിട്ട് ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ ദീനിനെതിരെ വ്യാപകമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉപോത്ബലമായിട്ട് പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങൾ തകർത്തു, അങ്ങനെയാണ്, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു രീതി പ്രബോധനത്തിൻ്റെ ഭാഗമാണോ എന്നത് ഇപ്പോൾ നമ്മൾ വ്യക്തമാക്കി കൊടുക്കുകയാണെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് നമ്മളതിന് മറുപടി പറയുമ്പോൾ ഈ ഒരു ആരോപണങ്ങൾക്കും നമ്മുടെ ഒരു പ്രബോധന രീതിക്കും വ്യക്തമായി മനസ്സിലാവുന്ന രൂപത്തിൽ നമുക്കതിനെ എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? ഇസ്ലാമിനെ തെറ്റായി ചിത്രീകരിക്കുന്ന ശ്രമങ്ങൾ ഇന്നൊന്നിലേയും തുടങ്ങിയതല്ല, പണ്ടേ ഉണ്ട്. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചതാണെന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ആളുകളൊക്കെ വാളിൻ്റെയും തോക്കിൻ്റെയും ആളുകളാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന സ്വഭാവം അത് കുറേ മുന്നേ മുതലേ ഉള്ളതാണ്. അതിനൊക്കെ നമ്മൾ ചരിത്രം കൊണ്ട് മറുപടി പറയാൻ നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ കുറേയേറെ ആരോപണങ്ങൾക്കൊക്കെ നമ്മൾ അതിന് മറുപടിയായി കുറേ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞതുകൊണ്ടൊന്നും ആയില്ല. പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി കൂട്ടത്തിൽ ഞാൻ പറയാം. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ദുരാരോപണങ്ങൾ അത് ഇസ്ലാമിനെ സഹായിക്കുന്നേ ഉള്ളൂ എന്നതിൽ യാതൊരു സംശയമില്ല.
അതെങ്ങനെ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനൊക്കെയുള്ള മറുപടി എന്താണെന്നുള്ളതിനും കൃത്യതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാളെക്കുറിച്ച്, ഈ ഉസ്താദിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഉസ്താദന്മാരെക്കുറിച്ചൊന്നും ഇപ്പോൾ സാധാരണ ആരും അങ്ങനെ പറയാറില്ല, ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വളരെ മോശമാണ് അയാൾ എന്നിങ്ങനെ നിരന്തരം കേട്ടു എന്ന് വെക്കുക. നമ്മളറിയാത്ത, നമുക്ക് അന്യനായ ഒരാളെക്കുറിച്ച് അയാൾ വളരെ മോശമാണ്, അയാൾ വളരെ എന്താ പറയുക, വൃത്തികെട്ടവനാണ് എന്നൊക്കെ നിരന്തരമായി നമ്മളിങ്ങനെ കേട്ട് വരികയാണ്. നമ്മൾ അത് അങ്ങനെയാണെന്ന് ധരിച്ചും വെച്ചിരിക്കുന്നു കുറേ കേട്ടതുകൊണ്ട്. യാദൃശ്ചികമായി ആ വ്യക്തിയോടൊപ്പം ഒന്ന് ഇടപഴകാൻ, അയാളെ ഒന്ന് അടുത്ത് മനസ്സിലാക്കാൻ നമുക്കൊരു സമയം കിട്ടി. അയാളെ മനസ്സിലാക്കി നോക്കുമ്പോൾ ശരിക്കും നമ്മൾ കേട്ടതൊന്നുമല്ല അയാൾ, നേരെ വ്യത്യസ്തമാണെന്നും ഇയാളോടുള്ള അസൂയ കാരണമായിരുന്നു നമ്മൾ ഇത്രയും ഇങ്ങനെയൊക്കെ കേട്ടുപോയത് എന്നും നമുക്ക് നേർക്ക് നേരെ അങ്ങ് ബോധ്യപ്പെട്ടു എന്ന് വെക്കുക. ഈ വ്യക്തിയോട് നമ്മുടെ കൽബിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മതിപ്പും ഒരാദരവും രൂപപ്പെടും അല്ലേ? മുമ്പ് അങ്ങനൊന്നും കേട്ടിട്ടില്ലാത്ത ഒരാളെ നമ്മൾ കണ്ട് അയാളെ പരിചയപ്പെട്ട അയാളൊരു നല്ല ആളാണെന്ന് തോന്നുമ്പോൾ ഒരാളോട് നമുക്കുണ്ടാകുന്ന മതിപ്പിനേക്കാളും കൂടുതലായിരിക്കും മുമ്പ് ഇയാൾ മോശക്കാരനാണ് എന്ന് അസൂയാലുക്കളിൽ നിന്ന് സ്ഥിരമായി കേട്ട് നമ്മളും കുറേയൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ച് നമ്മളും ചിലപ്പോഴൊക്കെ അയാളെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയൊക്കെ വന്നതിന് ശേഷം അയാളെ നേരിട്ട് കണ്ടിട്ട് അങ്ങനെയൊന്നും അല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അയാളോട് മാനസികമായിട്ട് നമുക്ക് പ്രത്യേകമായൊരു താല്പര്യവും ഒരു പശ്ചാത്താപ ബോധവും ഒക്കെ ഉണ്ടാവില്ലേ? ഇതാണ് ഇന്ന് ഇസ്ലാമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് പറഞ്ഞാൽ അതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ, മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞാൽ വളരെ മോശക്കാരാണ് എന്ന് നിരന്തരമായി ശത്രുക്കൾ ഇങ്ങനെ ദുഷ്പ്രചരണങ്ങൾ അഴിച്ചു വിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ പലരും, ഒരുപാട് ആളുകൾ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു നല്ല മുസ്ലിമിനെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒന്ന് ഇടപഴകാനും അവസരം കിട്ടുമ്പോഴേക്ക് മുസ്ലിം ഇങ്ങനെയൊക്കെയാണോ, ഇസ്ലാം ഇങ്ങനെയൊക്കെയാണോ എന്ന് ഒരു ചിന്ത കൽബിൽ വരികയും നമ്മൾ കേട്ട മാതിരിയൊന്നും അല്ലല്ലോ, ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കുകയും പഠിക്കുകയും ഇസ്ലാമിലേക്ക് വരികയും ചെയ്യുന്ന ഒരു കൺവെർഷനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ആ കൺവെർഷൻ ഇസ്ലാമിലേക്ക് അധികരിക്കാനുള്ള ഒരു പ്രധാന സബബായി വർത്തിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം ഇസ്ലാമിനെക്കുറിച്ച് അപകീർത്തി പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ആ പ്രചരണമാണ്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ തന്നെ എത്രയോ കാണാൻ കഴിയും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മോങ്ങത്തെ നമ്മുടെ സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ റോയൽ ഫെലോഷിപ്പ് കിട്ടി. 19 കോടിയുടെ ഫെലോഷിപ്പാണ്. ആ ഫെലോഷിപ്പ് കിട്ടിയത് നമ്മുടെ സ്ഥാപനത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിക്കാണ്. 10ാം ക്ലാസ് വരെ മോങ്ങം ഉമ്മുൽ ഖുറ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്, ഡോക്ടർ സഫീർ. അപ്പോൾ അവൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച്, ഞാൻ ഇന്നലെ 4 ദിവസം മുന്നേ ഞങ്ങൾ വയനാട്ടിലേക്ക് ഒന്നിച്ചൊരു യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്സ്ഫോർഡ് അനുഭവങ്ങളൊക്കെ ആളിങ്ങനെ ഞങ്ങൾ പങ്കുവെച്ചിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവൻ പറയുമായിരുന്നു, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ മുസ്ലിംസ് ഒരുപാട് പേരുണ്ട്, കുറേയേറെ ആളുകളും മുസ്ലിം നാമധാരികളാണ്, ഇസ്ലാമിനെ നന്നായിട്ട് അറിയുന്നവരോ പ്രാക്ടീസിങ് മുസ്ലിംസോ ഒന്നുമല്ല. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ കുറച്ചൊക്കെ ഉണ്ട്, അവരും ഉണ്ട്. ഞാൻ ചെന്ന സഫീറിനെ കുറിച്ച് പറയണം, അവൻ നമ്മുടെ സ്ഥാപനത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ചൊക്കെ പോയതായതുകൊണ്ട് ആ ദീനിയായ ബേസിക്കും ചിട്ടയൊക്കെ അവനുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ചെന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഫാക്കൽറ്റിയിൽ മുസ്ലിമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ചെന്ന് ഇത്ര ദിവസങ്ങൾ, ഇത്ര നാളുകൾക്കിടയിൽ എൻ്റെ കൂടുള്ള ആളുകൾ അത്ഭുതത്തോടുകൂടി ഇസ്ലാമിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് ചോദിച്ച എത്രയോ ഘട്ടങ്ങളുണ്ട്. അവർ പലരും ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നൊക്കെ സഫീർ എന്നോട് പറയുണ്ടായി. ആ സഫീർ ഒരു ദായിയാണ്, ഒരു സബബായി അവിടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നവർ പരത്തിക്കോട്ടെ, അതിന് നമ്മൾ മൈക്ക് കെട്ടി മറുപടി പറഞ്ഞ് കൂടുതൽ അലമ്പാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു പോകാമെന്നല്ലാതെ അതിനുവേണ്ടി മൈക്ക് കെട്ടി തെളിവ് തിരഞ്ഞ് പരത്തി പറഞ്ഞ് ഒന്നും ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ കൽബിൽ ദഅവത്തിൻ്റെ ആഗ്രഹത്തോടെ ഇഖ്ലാസോടെ പരമാവധി സംശുദ്ധമായ ജീവിതം ജീവിച്ചങ്ങ് ജീവിക്കുക, മറ്റുള്ളവരോട് ഇടപഴകുക, ആ ഇടപഴകലിൽ നമ്മുടെ ഇസ്ലാം പ്രതിഫലിക്കുക. അത് തന്നെയാണ് അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ മറുപടി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ദുഷ്പ്രചരണങ്ങളാണ് നമ്മുടെ മറുപടിയുടെ ഒരു തുടക്കം തന്നെ പറഞ്ഞു.
ദുഷ്പ്രചരണങ്ങൾ മാത്രമല്ല, ഇപ്പോൾ പ്രവർത്തനങ്ങളും കൂടി ഇപ്പോൾ സമകാലിക ഇന്ത്യയിലൊക്കെ പ്രത്യേകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അജ്മീർ ദർഗയിൽ വരെ അതിൽ വാദങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളതിനെ പല രീതിയിൽ പല സംഘടനകൾ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ നിയമപരമായിട്ട് പോകണം അങ്ങനെ പറയുന്നവരുണ്ട്, പ്രതിഷേധിക്കുന്ന ആളുകളുണ്ട്, പല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ പാരമ്പര്യ ഇസ്ലാമിൻ്റെയും ഈ സൂഫി പ്രബോധനത്തിനൊക്കെ രീതിയിൽ നിന്നിട്ട് ഇത്തരം പ്രവർത്തനങ്ങളോടും നമ്മൾ ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടതെന്നുള്ളൊരു വ്യക്തമായ ചിത്രം നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും. പ്രതികരണത്തിന് എല്ലാ രീതിയും നമുക്ക് സ്വീകരിക്കാം, പക്ഷേ അതിന് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ടാവും. ഏറ്റവും പ്രധാനമായ നമ്മുടെ പ്രതിരോധം നമ്മുടെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടുള്ള പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. അത് നമുക്ക്, അതായത് നമ്മിൽ കുറേ പോരായ്മകളുണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യൻ മുസ്ലിംസിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശൈലിയിൽ, നമ്മുടെ എല്ലാത്തിലും ഒരുപാട് പോരായ്മകളുണ്ട്. തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകുന്ന ശൈലി, ഇസ്ലാമിനെ തന്നെ എന്ത് ദുഷ്പ്രചരണമാണോ ഇസ്ലാമിനെക്കുറിച്ച് നടത്തുന്നത് അത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിൽ ജീവിക്കുന്ന ജീവിതമുള്ളവരുണ്ട് നമ്മുടെ ഇടയിൽ. അത് മാറ്റാതെ ആ ഒരു ശൈലിയിൽ തന്നെ തുടർന്നുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ പ്രതിരോധം നടത്താൻ മുതിർന്നാൽ അത് ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ശൈലി, രീതി, അത് തസവൂഫിൽ അധിഷ്ഠിതമായ, തഖ്വയിൽ അധിഷ്ഠിതമായ സ്നേഹത്തിൻ്റെ, ഖ്വാജാ തങ്ങളുടെ ഒരു ക്യാമ്പയിൻ തന്നെ ഉണ്ടായിരുന്നു. ഖ്വാജാ തങ്ങളുടെ ഒരു ക്യാമ്പയിൻ്റെ പേര് തന്നെ സുൽഹെ കുൽ എന്നായിരുന്നു. ഖ്വാജാ തങ്ങൾ അന്ന് നടത്തിയ ഒരു ക്യാമ്പയിനാണ് സുൽഹെ കുൽ. സുൽഹെ കുൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നന്മ, ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ആഗോള മനുഷ്യർക്ക്, സൃഷ്ടിജാലങ്ങൾക്കെല്ലാം നന്മ എന്നതാണ് സുൽഹെ കുല്ലിൻ്റെ അർത്ഥം. അന്ന് മഹാനവറുകൾ നടത്തിയ ഒരു പ്രത്യേക ക്യാമ്പയിൻ്റെ പേരാണ്. പക്ഷേ ഇന്ന് ഉത്തരേന്ത്യയിൽ പോയിട്ട് നമ്മൾ സുൽഹെ കുല്ല് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്നികൾ ഈ മുജാഹിദിനോടും ജമാഅത്തിനോടും എല്ലാവരോടും സുൽഹിൽ കഴിയണമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, അവരെക്കുറിച്ച് സ്ട്രോങ് സുന്നികൾ പറയുന്നതാണ് സുൽഹെ കുല്ലിയാണ്, ഇവൻ സുൽഹെ കുല്ലിയാണെന്ന്. അപ്പോൾ ഖാജാ തങ്ങളുടെ അന്നത്തെ ആ ക്യാമ്പയിൻ്റെ പേരൊന്നും ഇന്നത്തെ ഉത്തരേന്ത്യൻ സുന്നികളുടെ അറിവിലില്ല. ഇന്നിപ്പോൾ സുൽഹെ കുല്ല് എന്നുള്ള പേര് ഉത്തരേന്ത്യയിൽ ഇസ്ലാമിനുള്ളിലെ അവിയൽ മുന്നണിക്ക് ഇട്ടുപോയത് കൊണ്ട് നമ്മളിപ്പോൾ ഒന്ന് സുൽഹെ കുല്ല് എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കുക. പക്ഷെ ഖ്വാജാ തങ്ങളുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു സുൽഹെ കുൽ, എല്ലാവർക്കും നന്മ എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള ആ ഒരു ശൈലിയിൽ ജീവിക്കുക എന്ന ഫസ്റ്റ് പ്രതിരോധം അതാണ്. അതില്ലാതെ നമ്മൾ അതിൻ്റെ അടുത്തടുത്ത ഘട്ടങ്ങൾ ചെയ്താൽ, മുസ്ലിമീങ്ങളായി നല്ല മുസ്ലിമീങ്ങളായി ജീവിക്കുക എന്നതില്ലാതെ ആയുധമെടുത്ത് ഏതായാലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. രാഷ്ട്രീയമായി, നിയമപരമായി, രാഷ്ട്രീയ സംഘടന രൂപപ്പെടുത്തി സമരം ചെയ്ത് ഒക്കെ പ്രതിരോധം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇതില്ലാത്തിടത്തോളം അതുകൊണ്ട് ഗുണമില്ല, ദോഷം ഉണ്ടാവുള്ളൂ. ഇതിനും കൂടി പരിശ്രമിച്ചുകൊണ്ട്, എന്നാൽ ഒപ്പത്തിനൊപ്പം നിയമപരമായ നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല. പക്ഷേ ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ക്വാളിറ്റീസ് ഇല്ലാത്ത ആളുകളെ ഇസ്ലാമിൻ്റെ പേരിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധം അല്ലെങ്കിൽ ഒരു സംഘടിത സമരശൈലി സ്വീകരിച്ചാൽ അത് നമുക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം നിയമപരമായ കോടതിയിൽ പോക്കും വക്കീലുകളെ വെച്ചിട്ട് വാദിക്കലും നിയമപരമായ റൂട്ടിലൂടെ സഞ്ചരിക്കലും പ്രശ്നമില്ല. അതും നിയമപരമായ ശൈലിയും ഒപ്പം ആത്മീയമായ പരിഹാരവും, ഇത് രണ്ടും കൂടിയാണ് നമുക്ക് പ്രിഫർ ചെയ്ത് ചെയ്യാനുള്ള പ്രതിരോധം. ഏകദേശം സമയം ഞാൻ ഉദ്ദേശിച്ച അത്ര അതിനേക്കാളും കൂടുതലായി. നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു അവസരത്തിൽ പറയാം എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ മൊത്തത്തിലൊരു മെസ്സേജ് പാസ് ചെയ്തോ? ഇൻഷാ അല്ലാഹ് വ്യക്തമായിട്ടൊരു ചിത്രം, ഇപ്പോൾ സൂഫി പ്രബോധകൻ എന്താണ്, എന്താവരുത് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടുള്ള വ്യക്തമായൊരു ചിത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുന്ന നമ്മൾ മനസ്സിലാക്കുന്നത് ഉസ്താദിൻ്റെ സംസാരത്തിൽ നിന്ന്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉസ്താദുമായിട്ട് ഇനിയും സംസാരിക്കണം. അവസാനമായി സമാപനം കുറിച്ചുകൊണ്ട് മഹാനരായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഹിക്കമിൽ നിന്നുള്ള ഒരു ഹിക്മത്ത് കൂടി പറഞ്ഞ് നമ്മളൊക്കെ ഉൾക്കാഴ്ചയുള്ളവരാകണം. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ വിഷയവുമായി റിലേറ്റഡ് ആണ് എന്ന് തോന്നിയതുകൊണ്ട് ഞാനതൊന്ന് നോട്ട് ചെയ്തതാണ്.
ഇജ്തിഹാദുക ഫീമാ ലമിന ലക വ തഖ്സീറുക ഫീമാ തുലിബ മിങ്ക ദലീലുൻ അലന്തിമാസിൽ ബസീറത്തി മിങ്ക. നിനക്ക് ഫീമാ ലമിന ലക, അതിൻ്റെ അള്ളാഹു പറഞ്ഞതിൻ്റെ വൽഹാസിൽ പറയാം, അള്ളാഹു നിനക്ക് ഓൾറെഡി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ അതങ്ങനെ തന്നെ നിനക്ക് കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. ആ കാര്യങ്ങൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വേണ്ടി നീ പണിയെടുക്കുക. നിന്നിൽ നിന്ന് അള്ളാഹു തേടിയ കാര്യങ്ങൾ നീ ഒഴിവാക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മുടെ ദഅവത്തിന് അസറില്ലാതെ പോകുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ദഅവത്തിന് തൗഫീഖില്ലാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാലുള്ള അതിനുള്ള പ്രധാന ഉത്തരം മഹാനരായ ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഈ വാക്കുകളാണ്. ഇജ്തിഹാദുക ഫീമാ ലമിന ലക, നിനക്ക് അള്ളാഹു നിൻ്റെ ലിംനിലായി രേഖപ്പെടുത്തി വെച്ച സംഗതികളുണ്ട്. നിനക്ക് ഇത്ര സ്വത്ത്, ഇത്ര ദുനിയാവ്, അത് അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിനു വേണ്ടി നീ എന്ത് ചെയ്യുക? ഇജ്തിഹാദ് ചെയ്യുക. നീ അതിനുവേണ്ടി പരിശ്രമിക്കുക. നിൻ്റെ സമയം നീ അതിനുവേണ്ടി ചിലവഴിക്കുക. നീ അതിനുവേണ്ടി ചിലവഴിച്ചാലും നിനക്ക് അള്ളാഹ് നിശ്ചയിച്ച് തന്നെ ഉണ്ടാവുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. എന്നിട്ട് നീ ഏത് സമയമാണ് അതിനുവേണ്ടി ചിലവഴിക്കുന്നത്? തഖ്സീറുക ഫീമാ തുലിബ മിങ്ക, നിന്നിൽ നിന്ന് അള്ളാഹ് തേടിയൊരു സംഗതിയുണ്ട്. നീ ഇന്നത് ചെയ്യണമെന്ന് അള്ളാഹ് ആവശ്യപ്പെട്ട ഒരു സംഗതിയുണ്ട്, നിന്നിൽ നിന്നുള്ള മത്ലൂബ്. ആ മത്ലൂബിന് വേണ്ടി ആവണം നിൻ്റെ സമയം നീ ചിലവഴിക്കേണ്ടത്. പക്ഷെ ആ സമയം നീ എന്തിനാണ് ചിലവഴിക്കുന്നത്? നീ സമയം ചിലവഴിക്കേണ്ട ഒരു ആവശ്യമില്ല, അതിനുവേണ്ടി നീ ചിലവഴിക്കുകയാണ്. എന്നിട്ട് നിൻ്റെ തഖ്സീർ എതിലാണ് വരുന്നത്? നിന്നിൽ നിന്ന് അള്ളാഹ് എന്താണോ ആവശ്യപ്പെട്ടത് അത് നിർവഹിക്കുന്നതിൽ നീ പോരായ്മ വരുത്തുക. മനസ്സിലായില്ലേ? അതാണ് നിൻ്റെ ഉൾക്കാഴ്ചയുടെ കുറവാണത് എന്നാണ്. നമ്മളൊക്കെ ഉൾക്കാഴ്ച ഉള്ളവരാവുക, ബസീറത്തുള്ളവരാവുക. ബസീറത്തുണ്ടായാൽ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? അത് അള്ളാഹിൻ്റെ ദീന് നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്, ദീനിയായ ഹിദ്മ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വിഷയങ്ങളോ, നമ്മുടെ കുട്ടികളുടെ കല്യാണം, നമ്മുടെ വീട്, നമ്മുടെ മറ്റു കാര്യങ്ങൾ, അതൊക്കെ അള്ളാഹ് നമുക്ക് നമ്മുടെ ലിമ്നിൽ ഒരു സംഗതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പണിയെടുത്താലും ഇല്ലേലും അള്ളാഹ് അതിൻ്റെ കറക്റ്റിന് നമുക്ക് എത്തിച്ചു തന്നിരിക്കും. നമ്മൾ പണിയെടുത്താൽ മാത്രം നടക്കുന്ന ഒരു സംഗതിയാണെന്ത്? മീൻസ് നമ്മളിലൂടെയുള്ള ദഅവത്ത്, അത് നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. അതാണ് അള്ളാഹു നമ്മിൽ നിന്ന് തൊലബ് ചെയ്തിട്ടുള്ളത്. അതാണ്. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിച്ചു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് അവസാനിക്കുകയാണ്. ഉസ്താദ് നമ്മുടെ മുന്നിൽ വെച്ച കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ.